NITs ആയിരുന്നു, പ്രൈവറ്റ് കോളേജസ് തന്നെ ചില കോളേജസ് ഇറ്റ് ഈസ് ഈവൻ ബെറ്റർ ദാൻ സം IITs. അതെ, പോളിടെക്നിക്കിലെ സിവിൽ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ ബിടെക്കിന് സിവിൽ എഞ്ചിനീയറിങ്ങും അത് തമ്മിലൊരു വ്യത്യാസം പറയാൻ കഴിയും. കാരണം ഈ 3 കാറ്റഗറി എടുത്താൽ ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്സ് ഇൻവോൾവ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഇതിലാണ്, ബിടെക്കിലാണ്. അതായത് ബിടെക് തിരഞ്ഞെടുക്കുന്നതിൽ എല്ലാ പാരൻസിനും ആശങ്ക വേണ്ടേ, അവനെങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വഴികാട്ടിയുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ എഞ്ചിനീയറിങ്ങിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകൾ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഉള്ളത് അബ്ദുൽ അക്ബർ സാറാണ്. ഡോക്ടർ M. അബ്ദുൽ അക്ബർ. അദ്ദേഹം കോഴിക്കോട് NITയിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അദ്ദേഹം കോഴിക്കോട് NITയിൽ നിന്ന് തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് കഴിഞ്ഞു. അതുപോലെ തന്നെ IIT ബോംബെയിൽ നിന്നും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ MTech പൂർത്തിയാക്കി. പിന്നീട് വിൻഡ് എനർജിയിൽ അദ്ദേഹം കോഴിക്കോട് NITയിൽ നിന്നും PhD പൂർത്തിയാക്കി. അദ്ദേഹത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മൾ പൊതുവേ രക്ഷിതാക്കൾക്കുള്ള കൺസേണുകൾ പ്രധാനപ്പെട്ട ഒന്നിപ്പോൾ ഒരു ബിടെക്കിന് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ബിടെക്കിലെ തന്നെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അങ്ങനെ തുടങ്ങിയ ബ്രാഞ്ചുകളിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് പൊതുവേ രക്ഷിതാക്കൾക്കൊരു ആശങ്കയുള്ള സംശയമുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ്? ഒരു ബ്രോഡായിട്ട് പറയുമ്പോൾ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിനെ എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? താങ്ക് യു മുബീൻ. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ 3 ബേസിക് എഞ്ചിനീയറിംഗ് സയൻസസ്. അതിപ്പോൾ മറ്റേത് രണ്ടെന്ന് വെച്ചാൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ബ്രോഡാണ്. അതായത് അതിൽ ഈവൻ എനിത്തിങ് റിലേറ്റഡ് ടു ആ വേർഡ് സിവിൽ എന്നുള്ള മാതിരി തന്നെ എനിത്തിങ് റിലേറ്റഡ് ടു പബ്ലിക്. ഫോർ എക്സാമ്പിൾ ബ്രിഡ്ജസ്, ബിൽഡിങ്സ്, റോഡ്സ്, എൻവയൺമെൻറ്റ്, വാട്ടർ റിസോഴ്സ്, ഡാംസ്. എനിത്തിങ് റിലേറ്റഡ് ടു പബ്ലിക് നിലയെന്നാണ് സിവിൽ എന്നുള്ള ആ വാക്ക് വരുന്നത് അല്ലേ? ഈവൺ നമ്മളിപ്പം ഒരു ട്രാഫിക് സിഗ്നലിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് സെക്കൻഡ്സ് റെഡ് കത്തി, പിന്നെ പച്ച കത്തി, പിന്നെ മഞ്ഞ. അപ്പം ആ എത്ര ടൈം ഒരു പർട്ടിക്കുലർ കളർ കത്തണമെന്ന് വരെ ശരിക്കും ദാറ്റ് ഈസ് അണ്ടർ സിവിൽ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അത്രത്തോളം ട്രാഫിക് മീൻസ് അത്രത്തോളം സിഗ്നൽ ഇൻ്റർസെക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അത് കാഷ്വലായിട്ട് അവർ ഡിസൈഡ് ചെയ്യാണ്. പക്ഷേ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഓരോ ഇൻ്റർസെക്ഷനിലും ഈ ട്രാഫിക് മീൻസ് ഈ സിഗ്നൽസ് ഉള്ള സ്ഥലത്ത് അവർ ഈ ആക്ച്വൽ ഡിസൈൻ ഓഫ് ദ ടൈം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഡീൽസ് വിത്ത് എവറിത്തിങ് ഇൻ ജനറൽ, ബ്രോഡ് ഏരിയ, വാട്ട് എവർ ഈസ് കണക്റ്റഡ് ടു സിവിൽ ലൈഫ്. അപ്പോൾ അതിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പം പിന്നെ അതിൻ്റെ ഒരു ജോബ് മാർക്കറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പബ്ലിക്കായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് തന്നെ ആയതുകൊണ്ട് മിനിമം ഓപ്പർച്യൂണിറ്റി ഈസ് ഓൾവേസ് ദിയർ. നമ്മൾ പിന്നെ സാധാരണ ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് കുറേ കെട്ടിടങ്ങളുടെ നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അയാളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒരാളാണെന്നുള്ള ഒരു ധാരണയാണ്. അപ്പോൾ പൊതുവിൽ അതിൻ്റെ ഒരു കാറ്റഗറി മാത്രമാണ്. അപ്പോൾ അതിലുള്ള ബ്രോഡായിട്ടുള്ള മറ്റു കാറ്റഗറികൾ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഷുവർ. സോ അതിൽ ഓഫ് കോഴ്സ് ബിൽഡിങ്സ് ഉണ്ട്, ബ്രിഡ്ജസ് ഉണ്ട്, ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ റോഡ്, പേയ്മെൻറ്റ്സ്, പിന്നെ വാട്ടർ റിസോഴ്സ്, ഡാംസ്, ഡിസൈൻ ഓഫ് ഡാംസ്. ഡാം എത്ര ഹൈറ്റിൽ വേണം, ആ ഡാമിൻ്റെ തിക്നെസ് എത്ര വേണം, അതിൻ്റെ കോൺക്രീറ്റ് സ്ട്രെങ്ത് എത്ര വേണം, ഓൾ ദോസ് തിങ്സ്. എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. പിന്നെ ജിയോ ടെക്നിക്കൽ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ബിൽഡിങ്ങോ ബ്രിഡ്ജോ എന്തോ ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്യുമ്പോൾ അതൊരു ഫൗണ്ടേഷൻ വെച്ചിട്ടാണല്ലോ റെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ സോയിലിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട് എത്ര ഡീപ്പിൽ ഫൗണ്ടേഷൻ പോകണം, ആ ആസ്പെക്ട്സ് ഒക്കെ. ചില ഈവൻ ഓഫ് ഷോർ ഓയിൽ റിഗ് പ്ലാറ്റ്ഫോംസ്, ഷിപ്സ്, അതിൽ വരെ ചില പാർട്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ വരും, മോട്ടർ ഡിസൈൻ, അതൊക്കെ റഡറൊക്കെ. പക്ഷേ അതിൽ ചില ആസ്പെക്ട്സ് ഈവൻ ഇറ്റ് വിൽ കം ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇപ്പോൾ ഈ തുറമുഖ നിർമ്മാണങ്ങളിലൊക്കെ അതെ, ഇത് പോർട്ട് ആൻഡ് ഹാർബർ, അതിലൊക്കെ ബ്രേക്ക് വാട്ടർ ഡിസൈൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറ്റ് വിൽ കം ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ,
ഇതിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥി ഇപ്പോൾ ബിടെക്കിന് ബിടെക് ഏതെങ്കിലും ചേരണമെന്ന് ആഗ്രഹിച്ച് സ്വാഭാവികമായിട്ടും ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കണം. അപ്പോൾ രക്ഷിതാക്കൾക്കുള്ള ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്ക് ഇതിൽ കഴിവുണ്ടോ, അല്ലെങ്കിൽ മെക്കാനിക്കലിലാണോ താല്പര്യമുള്ളത്? അങ്ങനെ ഒരു കുട്ടിയുടെ കഴിവ് തിരിച്ചറിയാൻ വല്ല മാർഗ്ഗങ്ങളും നമുക്ക് പറയാൻ കഴിയും? അത് ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഈ അഡ്മിഷൻ പ്രൊസീജിയറിലൊക്കെ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ പാരൻസ് ഗീവ് ലോട്ട് ഓഫ് പ്രിഫറൻസ് ടു ഗ്ലാമറൈസേഷൻ. കാരണം ഇപ്പം ഒരു 50-60 ഇയേഴ്സ് ബാക്കിലുള്ള ട്രെൻഡ് പറയുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ടോപ്പ് റാങ്കിലുള്ള ആൾക്കാർ, ഈവൻ NIT കാലിക്കറ്റിൽ അന്ന് RIC എന്നായിരുന്നു പേര്, ടോപ്പ് റാങ്കിങ് സ്റ്റുഡൻസ് ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് വരിക. പക്ഷേ പിന്നെ IT അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ എന്താ വെച്ചാൽ അതൊരു കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറി. കമ്പ്യൂട്ടർ. അപ്പം മാത്രമല്ല മാർക്കറ്റ് റേറ്റ്സ്, ആസ് പെർ മാർക്കറ്റ് റേറ്റ്സ് സാലറി ഫോർ സിവിൽ എഞ്ചിനീയേഴ്സ് ആർ ലിറ്റിൽ ബിറ്റ് ലെസ് കമ്പയർ ടു IT ഓർ റിലേറ്റഡ് ഫീൽഡ്സ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പാരൻസ് ആ ഒരു ഗ്ലാമറസ് സൈഡിലേക്ക് നോക്കുക. അതെ അതെ. അപ്പം പിന്നെ ജോബ് മാർക്കറ്റും IT-ക്ക് ഒരു 5-10 കൊല്ലം മുന്നേ നല്ല ഫേവറബിൾ ആയിരുന്നു. ഇപ്പം AI ഒക്കെ വന്നുകൊണ്ട് കുറച്ചൊരു മാർക്കറ്റ് വേവിയാണ്, ആ ആസ്പെക്റ്റ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇഫ് എ ചൈൽഡ് ഈസ് ക്വാളിഫൈങ് ഫോർ എഞ്ചിനീയറിംഗ്, അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ഹാർഡൊന്നുമല്ല, ലൈക്ക് എനി അതർ എഞ്ചിനീയറിംഗ് ഈസിയാണ്. കാരണം അവൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഹി ഹാസ് എ സർട്ടൺ ആപ്റ്റിറ്റ്യൂഡ് ഇൻ മാത്തമാറ്റിക്സ്. അപ്പം ഇത് ഇങ്ങനെ ചില സ്പെസിഫിക് കേസസിൽ ഞാൻ കേട്ടിട്ടുണ്ട് ചില പാരൻസ് പറയുന്നത് എൻ്റെ മകന് മെക്കാനിക്കലാണ് താല്പര്യം, അല്ലെങ്കിൽ സിവിലാണ് താല്പര്യം. അങ്ങനെ ചില സ്റ്റുഡൻസിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നേരത്തെ അറിയാറുണ്ട്. പക്ഷെ അങ്ങനത്തെ കേസസ് റെയറാണ്. അധികം ആ ഒരു സാലറി പാക്കേജ്, ജോബ് ഓപ്പർച്യൂണിറ്റി വെച്ചിട്ടാണ് നോക്കുക. നമ്മളിപ്പോൾ ഈ പ്ലസ് ടുവിൽ പഠിക്കുന്ന മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ്, ഈ സബ്ജക്റ്റുകളൊക്കെ കൂടുതലായിട്ട് സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ടോ? അതായത് ഈ എൻജിനീയറിംഗിന് തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ മാത്തമാറ്റിക്സ് ആണ്. അത് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ഏത് എൻജിനീയറിംഗ് എടുത്താലും ആ ഒരു മാത്തമാറ്റിക്സ് എന്നുള്ള ഫൗണ്ടേഷൻ വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അത് ഏത് ബ്രാഞ്ചാണെങ്കിലും. അപ്പോൾ അതിൽ എക്സ്റ്റെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സ് വേരി ചെയ്യും. ഫോർ എക്സാമ്പിൾ ബയോടെക്നോളജി ഉള്ള മാത്തമാറ്റിക്സ് ആയിരിക്കില്ല സിവിലിൽ, അതെ, അത് സെയിം ആയിരിക്കില്ല മെക്കാനിക്കൽ. പക്ഷേ സിവിൽ റിലേറ്റീവ്ലി ഒരു ഈസിയർ ബ്രാഞ്ചാണ്. കമ്പാരിറ്റീവ്ലി മാത്തമാറ്റിക്സ് പാർട്ടൊന്നും അത്ര ഹാർഡല്ല. പക്ഷേ ആ ഫൗണ്ടേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ് വാട്ട് എവർ ദേ ലേൺ ഇൻ +1 +2 അത് വേണം, അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് അൾട്ടിമേറ്റ്ലി ആസ് ഐ സെഡ് എഞ്ചിനീയറിംഗ് ഈസ് മാത്തമാറ്റിക്സ്. ഓക്കെ. നമ്മൾ ഈ സിവിലിൽ ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ, സിവിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുകയാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളെ കുറിച്ചുള്ളൊരു ചെറിയ ധാരണ കൊടുക്കാൻ കഴിയും? അത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ സ്പെഷ്യലൈസേഷൻസ് ഉണ്ടല്ലോ. അതായത് ഒരു ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ബേസിക് കോഴ്സ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ചെയ്യേണ്ട കോഴ്സുകൾ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ 4 മാത്തമാറ്റിക്സ് സബ്ജക്ട്സ് ഉണ്ടാവും. മാത്തമാറ്റിക്സ് 1, മാത്തമാറ്റിക്സ് 2, മാത്തമാറ്റിക്സ് 3, മാത്തമാറ്റിക്സ് 4 ആസ് ഓഫ് കറണ്ട് കറിക്കുലം. പിന്നെ കുറച്ച് ജനറൽ സബ്ജക്ട്സ് ഉണ്ടാവും, വാല്യൂ എഡ്യൂക്കേഷൻ അങ്ങനത്തെയൊക്കെ. പിന്നെ കോർ സബ്ജക്ട്സിലേക്ക് വരികയാണെങ്കിൽ one of the most important type of subject is structural analysis and design. കാരണം നമ്മൾ പറഞ്ഞു സിവിലിൽ one of the most important aspect is infrastructure, design of buildings, bridges. അപ്പോൾ അങ്ങനെ ഓരോന്ന് അപ്പോൾ അതിൻ്റെ അനാലിസിസും ഡിസൈൻ റിലേറ്റഡ് സബ്ജക്ട്സാണ് നല്ലൊരു ശതമാനം. അപ്പോൾ അനാലിസിസ് സബ്ജക്ട്സ് ഉണ്ടാവും, ഡിസൈൻ സബ്ജക്റ്റ് ഉണ്ടാവും. പിന്നെ ഇപ്പം ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ഡിസൈനായിട്ട് ബന്ധപ്പെട്ടിട്ട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സോയിൽ ലാറ്ററൈറ്റ് ആണോ സ്റ്റിഫ് ക്ലേ ആണോ അനുസരിച്ചിട്ട് അതിനൊരു സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ഉണ്ടാവും. പിന്നെ കുറച്ച് എൻവയൺമെൻറ്റൽ റിലേറ്റഡ് സബ്ജക്ട്സ്, പിന്നെ വാട്ടർ റിസോഴ്സ്. എൻവയൺമെൻറ്റൽ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് എൻവയൺമെൻറ്റൽ എല്ലാം ഇറ്റ് കവേഴ്സ് എ ബ്രോഡ് ഏരിയ. അതായത് ഈവൻ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ അതൊക്കെ. അപ്പം ഓൾ ആസ്പെക്ട്സ് കാരണം ഈ എല്ലാ അൾട്ടിമേറ്റ്ലി എനി ടൈപ്പ് ഓഫ് സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇറ്റ് വിൽ ഹാവ് എൻ എഫക്റ്റ് ഓൺ എൻവയൺമെൻറ്റ്. അപ്പം മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് എഫക്റ്റ്. അപ്പോൾ അതൊക്കെ ക്വാണ്ടിഫൈ ചെയ്ത് അതൊക്കെ റെക്ടിഫൈ, അതൊക്കെ ക്വാണ്ടിഫയബിൾ ആണ്. അപ്പം വാട്ട് എവർ aspects related to public that affects environment
വിൽ കം ഇൻ എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അത് റിലേറ്റഡ് സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, അത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എസ്പെഷ്യലി ഇൻ കേരള കോണ്ടെക്സ്റ്റ്. അതായത് ഡിസൈൻ ഓഫ് ഡാംസ്, അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ഡാം, ഒരു ഹൈറ്റ് ഓഫ് ഡാം ആണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ സ്ട്രക്ചർ കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് എത്ര വേണം, അതിൻ്റെ ഡയമെൻഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ എത്ര തിക്ക് വേണം, എത്ര വീതി ഫൗണ്ടേഷന് പോകണം, അങ്ങനെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ആ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ഈവൺ എയർപോർട്ട് അത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ബിടെക് ക്ലാസ്മേറ്റ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുക. അപ്പം ഈ സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൻ്റെ വേറെ ഒരു ബ്രാഞ്ചിന് ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് സിവിലിനാണ്. നമ്മൾ നാട്ടിൽ തൊഴിൽ കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖല സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതൊരു തൊഴിലിൻ്റെ ഒരു ജോബ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇത് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ വ്യത്യസ്ത തൊഴിൽ സാധ്യതകൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് പറയാൻ കഴിയുക, ഏതൊക്കെ കാറ്റഗറിയിലാണ് വരിക? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ ഈ ഗവൺമെൻറ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സിവിൽ എഞ്ചിനീയേഴ്സിനാണ്. അപ്പം മറ്റ് ബ്രാഞ്ചസിനേക്കാട്ടും അപ്പം മറ്റ് ഇൻ ജനറൽ എഞ്ചിനീയറിങ്ങിന് പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, പബ്ലിക് സെക്ടർ ഉണ്ട്. അപ്പോൾ അതിൽ സിവിലിൽ പ്രൈവറ്റ് സെക്ടറും നല്ലതുണ്ട്, പബ്ലിക് സെക്ടറും ഈക്വലി ഉണ്ട്. ഈവൺ ഇപ്പോൾ ആർമി അതിലൊക്കെ ഇന്ത്യൻ ആർമിയിലൊക്കെ ബ്രിഡ്ജ് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് എന്നൊക്കെ സ്പെസിഫിക് റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്ന് വെച്ചാൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സ്കില്ലാണ് വരുന്നത്. അപ്പം ഇപ്പം നാട്ടിൽ തന്നെ PSC, LSGD, പഞ്ചായത്തുകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, പിന്നെ AE, പിന്നെ EXE അല്ലേ, അപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അങ്ങനെ പല കാറ്റഗറികൾ. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും ഈ അഡ്മിഷൻ്റെ സമയത്ത് പാരൻസ് ഒരു പക്ഷേ ചിന്തിക്കാത്തൊരു വസ്തുത എന്ന് വെച്ചാൽ ഈ പബ്ലിക് സെക്ടർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കാരണം സിവിൽ എഞ്ചിനീയറിങ്ങിന് വേറെ ചില ബ്രാഞ്ചസിനെക്കാട്ടും ഒരു എഡ്ജ് ഉണ്ട്. ഇപ്പം എൻ്റെ തന്നെ കുറേ ചില ക്ലാസ്മേറ്റ്സും കുറച്ച് സീനിയേഴ്സും ജൂനിയേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ നാട്ടിലുണ്ട്. ദേ ആർ വർക്കിംഗ് ഐദർ ഇൻ PWD, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, LSGD. അപ്പം അതൊക്കെ എന്തുകൊണ്ടാണ് പോസിബിൾ എന്ന് വെച്ചാൽ അവർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളെ ഈ പഞ്ചായത്തുകൾ, പഞ്ചായത്തുകൾ അല്ലേ. അതെ. അപ്പം പബ്ലിക് സെക്ടർ ജോബ്സ് ആണ് സിവിലിന് നല്ലൊരു ശതമാനം. പിന്നെ IS, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസസ്, അപ്പോൾ അത് സെപ്പറേറ്റ് വരുന്നുണ്ട്. IS എന്ന് വെച്ചാൽ ഒരു ബ്രോഡ് അംബ്രല്ലയാണ്. അപ്പോൾ റെയിൽവേസിലും എല്ലാ സ്ഥലത്തും സിവിലിനൊരു ഓപ്പണിങ്സ് ഉണ്ട്. അപ്പോൾ അത് സിവിലിനെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ബ്രാഞ്ചസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് അത് പറ്റില്ല. മാത്രമല്ല നമ്മൾ നാട്ടിൽ തന്നെ സ്വന്തമായിട്ടൊരു ഫേം തുടങ്ങാൻ അതിനും സാധ്യതകളുണ്ട്. അതും ശരിയാണ്, കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതെ. ഇപ്പോൾ കാരണം എന്ത് സംഭവിച്ചപ്പോൾ ഒരു ചെറിയൊരു ട്രെൻഡ് വിശദീകരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ എസ്പെഷ്യലി കേരള കോണ്ടെക്സ്റ്റിലൊക്കെ ഒരു ഗൾഫിലേക്ക് എൻജിനീയേഴ്സിൻ്റെ ഒരു ഒഴുക്കായി. ഗൾഫ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ മേഖല അധികമായിട്ടുള്ളൊരു സമയമായിരുന്നു, ഒരു 30-40 ഇയേഴ്സ്. ഇപ്പം കുറച്ചൊരു ഡിമ്മായിട്ടുണ്ട്. ബട്ട് എനിവേ ഇൻ എനി കേസ് സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം കേരളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൊച്ചി ഒരു നല്ലൊരു അത്യാവശ്യം ഡെവലപ്ഡ് സിറ്റിയാണ്. അപ്പം പൊതുവെ ഇപ്പം വേറെ ബ്രാഞ്ചസ് മെക്കാനിക്കൽ, IT ഒക്കെ അവർ ബാംഗ്ലൂരോ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും ജോയിൻ ചെയ്യുക. അവർക്ക് കൊച്ചിയിൽ സാധ്യതകളുണ്ട്, പക്ഷേ ആ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ്. പക്ഷേ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യു നീഡ് സിവിൽ എഞ്ചിനീയേഴ്സ് എവരിവർ. ഇപ്പോൾ കേരളത്തിൽ എവിടെ, അപ്പം ഈവൺ അവർക്ക് വേണമെങ്കിൽ ഇഫ് ദേ ആർ കോൺഫിഡൻറ്റ് ദേ ക്യാൻ സ്റ്റാർട്ട് ദെയർ ഓൺ കമ്പനി. മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ഐ നോ ദേ സ്റ്റാർട്ടഡ് ദെയർ ഓൺ കമ്പനി. അപ്പോൾ അവർക്ക് നാട്ടിൽ തന്നെ നിന്ന് ഈവൺ സ്വന്തം വീടിൻ്റെ അടുത്ത് ഓഫീസൊക്കെ വെച്ച് ദേ ക്യാൻ ഫ്ലറിഷ്. അപ്പോൾ ആ ഒരു നാട്ടിൽ നിൽക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഐദർ ഇൻ സ്റ്റാർട്ടിങ് ദെയർ ഓൺ കമ്പനി ഓർ വർക്കിംഗ് ഇൻ പബ്ലിക് സെക്ടർ, അത് സിവിൽ എഞ്ചിനീയേഴ്സിനെ പറ്റുള്ളൂ. ഈ പബ്ലിക് സെക്ടർ അതിലുള്ള ജോലി സാധ്യതകൾ നമ്മൾ പറഞ്ഞു. ഇതിൽ പിന്നെ ഇപ്പം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട അത് ബ്രിഡ്ജ് ആവട്ടെ അല്ലെങ്കിൽ ബിൽഡിങ്സ് ആവട്ടെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അതിൽ ഓയിൽ സൈഡിലേക്ക്, ഇപ്പോൾ ഓയിൽ റിഗിങ് ആ ഒരു പാർട്ടിലേക്ക് വരുമ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ്? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഓഫ് ഷോർ റിലേറ്റഡ് ഒരു MTech ബ്രാഞ്ച് ഉണ്ട്. ഇപ്പോൾ NIT കാലിക്കറ്റിൽ ഓഫ് ഷോർ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു MTech ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അവർ ആ ബ്രാഞ്ചിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ എനിത്തിങ് റിലേറ്റഡ് ടു ഓഫ് ഷോർ സൈഡ്, സ്റ്റാർട്ടിങ് ഫ്രം ബ്രേക്ക് വാട്ടർ ഡിസൈൻ, അല്ലെ ഷിപ്പ്. ബ്രേക്ക് വാട്ടർ ഡിസൈൻ എന്ന് പറയുമ്പോൾ ആ ബ്രേക്ക് വാട്ടർ ഇപ്പോൾ നമ്മൾ വേവ്സ് ബ്രേക്ക് ചെയ്യാൻ, അപ്പോൾ അതിൻ്റെ ഡിസൈന്, പിന്നെ ഷിപ്സിൻ്റെ ഷേപ്പുകൾ,
മീൻസ് ദി എയറോഡൈനമിക് ഹൾ ഷേപ്പ് ഓഫ് ദ ഷിപ്പ്. ഓയിൽ റിഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ പല പല കമ്പോണൻസിൻ്റെ ഡിസൈൻ വരും, സ്ട്രെസ് അനാലിസിസ് വരും. അപ്പോൾ അതിൽ ചിലത് ഇപ്പം മെഷീൻ പാർട്സൊക്കെ വരുന്ന മെക്കാനിക്കൽ എൻജിനീയേഴ്സാണ് ചെയ്യാൻ പറ്റുക, പക്ഷേ ബാക്കിയൊക്കെ സിവിൽ എൻജിനീയേഴ്സിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ബ്രാഞ്ച് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുണ്ട്. അപ്പോൾ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ഈ ഓയിൽ റിഗും ഓഫ് ഷോർ സ്ട്രക്ചേഴ്സൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ they have a lot of opportunities. Okay. Oil ഇൻഡസ്ട്രീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാലറി ഓൾസോ കമ്പാരിറ്റീവ്ലി മോർ കമ്പയർഡ് ടു അതർ. ഓക്കെ. ഈ ഒരു മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് ഇപ്പോൾ മെറ്റീരിയൽ സയൻസ്, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ നമ്മൾ പിന്നെ കോൺക്രീറ്റ്, അതിന് പുറമെ ഇപ്പോൾ മെറ്റൽസ് യൂസ് ചെയ്യുന്നൊരു അത് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് കൂടി ഇപ്പോൾ ഒരു എമർജിങ് ഏരിയ ആയിട്ടാണോ അത് വരുന്നത്? അതായത് നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന ബേസിക് മെറ്റീരിയൽസ് കുറേ ഉണ്ട്. വൺ ഓഫ് ദ ട്രഡീഷണലി യൂസ്ഡും ഇപ്പോഴും ഹൈലി പോപ്പുലർ ആയിട്ടുള്ള കോൺക്രീറ്റാണ്. കോൺക്രീറ്റും ഉള്ളിലുള്ള റീൻഫോഴ്സ്മെൻറ്റ് ബാർസ്, അപ്പോൾ RCC സ്ട്രക്ചേഴ്സ് എന്നാണ് അതിന് പറയാം. അപ്പം ആ സൈഡിൽ കുറേ റിസർച്ച് നടക്കുന്നുണ്ട്. ഇപ്പം കോൺക്രീറ്റിനെ എങ്ങനെ കൂടുതൽ ഡക്റ്റൈലാക്കാം, കൂടുതൽ ഹൈ സ്ട്രെങ്ത് ആക്കാം. അപ്പോൾ അതൊക്കെ ഒരു ആക്റ്റീവ് ഏരിയാസ് ഓഫ് റിസർച്ചാണ്. അപ്പോൾ അതൊക്കെ റിസർച്ച് സൈഡിൽ വരുന്നതാണ്. എൻജിനീയേഴ്സ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് അങ്ങ് ഡയറക്റ്റ്ലി ഉപയോഗിക്കും. നമുക്കിപ്പോൾ ഒരു പിന്നെ ഈ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും നല്ലത് ബേസിക് ആയിട്ടുള്ളൊരു BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അത് പൂർത്തിയാക്കിയിട്ട് അടുത്തൊരു സ്റ്റേജിൽ ഇപ്പോൾ സാറ് MTech സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗാണ് പൂർത്തിയാക്കിയത് IIT ബോംബെയിൽ നിന്നും. അപ്പോൾ ആ രൂപത്തിൽ നമുക്കൊരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു അടുത്ത സ്റ്റേജിൽ MTechനോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ചെയ്താൽ മതിയാവും അല്ലേ? അപ്പോൾ കുറച്ചുകൂടി സേഫ് BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതെ, BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി വേറൊരു ആസ്പെക്റ്റും കണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്യുമ്പോഴുള്ള പെർസ്പെക്റ്റീവ് ആവണമെന്നില്ല അവന് പാസ്ഔട്ടായി കഴിയുമ്പോൾ. അപ്പോൾ ഒരു പക്ഷേ ജോയിൻ ചെയ്യുമ്പം അവൻ്റെ സിവിൽ എഞ്ചിനീയറിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവാം. പാസ്ഔട്ടായി കഴിഞ്ഞാൽ ചിലപ്പം ഇൻട്രസ്റ്റ് നിലനിൽക്കും, ചിലപ്പോൾ ഇൻട്രസ്റ്റ് പോവും. അപ്പം ചില ആൾക്കാർ MBAയിലേക്ക് പോകും. അപ്പം എന്നാലും അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ് ബേസ്. അപ്പം ഈവൺ MBAയിൽ അവർ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എ പേഴ്സൺ വിത്ത് BTech ബാക്ക്ഗ്രൗണ്ട് ഹാസ് എൻ എഡ്ജ് മെനി കേസസ്. അപ്പം ഈ ചില ആൾക്കാർ MBAയിലേക്ക് പോകും, ചില ആൾക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ പോകും. പക്ഷേ ദോസ് ആർ സ്റ്റിക്കിംഗ് ടു സിവിൽ എഞ്ചിനീയറിംഗ്. രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ ദേ ഡയറക്റ്റ്ലി ഗോ ഫോർ ഹയർ സ്റ്റഡീസ്. ഇപ്പം എന്നെ പോലുള്ള ഒരാൾ BTech കഴിഞ്ഞാൽ MTechന് പോയാൽ അവർ ഏത് സ്പെഷ്യലൈസേഷനായി ചൂസ് ചെയ്യുന്നത് അത് അവരെ ഇതായി. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ അവർ ജോബിലേക്ക് പോകുകയാണെങ്കിൽ ആ ഫസ്റ്റ് ജോബ് എന്തിലാണോ, അപ്പോൾ സർവേയിങ്ങിലാണോ, ക്വാണ്ടിറ്റി സർവേയിങ്ങിലാണോ, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിലാണോ, സ്ട്രക്ചറൽ സൈഡാണോ അനുസരിച്ചിട്ട് അവരെ പാത്ത് ഡിഫൈൻ ചെയ്തു പോകും. എന്നിട്ട് പിന്നെ കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ അവർ PGക്ക് വരിക. ഓക്കെ. അപ്പോൾ അതൊരു ഒരു സ്പെഷ്യാലിറ്റി സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബേസിക് കോഴ്സ് ചെയ്യാന്നുള്ളതാണ് അല്ലേ? അത് BTech സിവിൽ എഞ്ചിനീയറിംഗ് ആ രൂപത്തിൽ പൂർത്തിയാക്കുന്നതാണ് നല്ലത്. ഓക്കെ. നമ്മൾ പലപ്പോഴും സിവിൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അത് BTech കഴിഞ്ഞിട്ടുള്ള സിവിൽ എഞ്ചിനീയർമാരുണ്ട്, പോളിടെക്നിക്കിലുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈവൻ ITIകളിലുണ്ട് അല്ലേ? ഈ പോളിടെക്നിക്കിലെ സിവിൽ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ BTech ഇൻ സിവിൽ എഞ്ചിനീയറിങ്ങും അത് തമ്മിലൊരു വ്യത്യാസം പറയാൻ കഴിയും? അതായത് ബേസിക്കലി മൂന്നാണ്. ഒന്ന് ITI, ഡിപ്ലോമ, BTech. BTechൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കമ്പയർഡ് ടു അതർ ടു എന്താ വെച്ചാൽ ദേ ആർ ദ വൺ ഹു ഈസ് മോർ ക്വാളിഫൈഡ് ടു ഡു സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ. കാരണം ഈ മൂന്ന് കാറ്റഗറി എടുത്താൽ ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്സ് ഇൻവോൾവ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഇതിലാണ്, BTechലാണ്. അപ്പോൾ ITI ഡിപ്ലോമ ഉള്ള ആൾക്കാരൊക്കെ ഐദർ ദേ വിൽ ഗോ ഫോർ ഡ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ AutoCADൽ വരയ്ക്കാനോ, അല്ലെങ്കിൽ ആസ് എ സൈറ്റ് എഞ്ചിനീയർ. അപ്പോൾ BTech പഠിച്ചാൽ സംടൈംസ് ചിലപ്പോൾ അവർ ഇനീഷ്യലി ഒരു 1 or 2 year സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യും. പിന്നെ പെട്ടെന്ന് അവർ മാനേജ്മെൻറ്റ് സൈഡോ അല്ലെങ്കിൽ അവർ ദേ വിൽ സ്റ്റാർട്ട് വിത്ത് ഡയറക്ട്ലി സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ. അപ്പോൾ ആ മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് BTechന് അഡീഷണൽ ഉള്ളതുകൊണ്ട് they will be more doing this calculations. Okay. അപ്പോൾ ITI ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ they will be either directly involved in site or drawing, AutoCAD drawings.
അപ്പോൾ അതൊക്കെ ഒരു അതെ, തൊഴിൽ സാധ്യത പറയുമ്പോൾ അതിനുണ്ട്, ധാരാളമുണ്ട്. ഇപ്പം എൻ്റെ തന്നെ ഒരു കസിന് അവന് ITI കഴിഞ്ഞു, എൻ്റെ അവനിപ്പോൾ ഗൾഫിലാണ്. അപ്പം സിവിൽ, പക്ഷേ അപ്പോൾ അവന് നല്ലൊരു അപ്പോൾ ഓപ്പർച്യൂണിറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാത്തിനും അതിൻ്റേതായ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓഫ് കോഴ്സ് ബിടെക് തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ആൻഡ് ദേ ആർ എഞ്ചിനീയർ, സോ ദേ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഓൾ ദീസ് മാത്തമാറ്റിക്കൽ തിങ്സ്, അനാലിസിസ് ആൻഡ് ഡിസൈൻ, ഓൾ ദോസ് തിങ്സ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥാപനങ്ങൾ അതിൻ്റെ ഒരു ഓർഡറിൽ പറഞ്ഞു വരുമ്പോൾ, ഇപ്പോൾ IITകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏതൊക്കെ തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഇത് പഠിക്കാനുള്ളത്? ഓക്കെ, സോ നമുക്ക് ഒരു ഇന്ത്യൻ സിസ്റ്റം അറിയാലോ. അതായത് ഫസ്റ്റ് IITs വരുന്നു, NITs വരുന്നു, പിന്നെ പ്രൈവറ്റ് കോളേജസ് തന്നെ ചില കോളേജസ് ഇറ്റ് ഈസ് ഈവൻ ബെറ്റർ ദാൻ സം IITs. ഫോർ എക്സാമ്പിൾ VIT, SRM. അപ്പോൾ അതൊരു ആസ്പെക്റ്റ്. വേറൊരു ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ് എ ഹോൾ അല്ലാണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രോങ് ആയിരിക്കും. ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിങ് ചിലപ്പോൾ ഒരു ആവറേജ് ഒക്കെ ആയിരിക്കും, പക്ഷേ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രോങ് ആയിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദാഹരണം ഇപ്പം പറഞ്ഞു കേൾക്കാറുള്ള IIT ബോംബെ സ്ട്രോങ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പം അങ്ങനെ മീൻസ് IIT ബോംബെ ഓവറോൾ നല്ലതാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ചില ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പം രണ്ട് കാര്യമാണ്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ് എ ഹോൾ എന്താണ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് ആയിട്ട് എങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു ഡൈനാമിക്സ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി, മെയിൻ തിങ് ഈസ് ദ സ്റ്റുഡൻസ്. അപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ അഭിരുചിയും ഇൻട്രസ്റ്റും അവൻ്റെ എന്തൂസിയാസം. ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, അതായത് ബിടെക് തിരഞ്ഞെടുക്കുന്നതിലല്ല പാരൻസിന് ആശങ്ക വേണ്ടേ, അവൻ എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പം ഇപ്പം NIT തന്നെ ഈവൻ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും സ്റ്റുഡൻസ് ഈ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് എൻട്രൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് വന്നിട്ട് ദേ ആർ ടയേർഡ്. അപ്പം ചില ആൾക്കാർക്ക് ബിടെക് തുടങ്ങുമ്പം ഒരു ദേ വാണ്ട് ടു റിലാക്സ്, ദേ ഗോട്ട് എ ലോട്ട് ഓഫ് ഫ്രീഡം ആവും. അപ്പോൾ അതൊക്കെ ഒരു വേറെ സൈഡാണ്. പക്ഷേ ഇൻ എനി കേസ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് സ്കോപ്പ്. ആൻഡ് അതിൻ്റെ ഒരു ബേസ് ഡിമാൻഡ് എന്തായാലും കുറയില്ല. ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി സിവിൽ. വേറൊരു കാര്യം ഇപ്പം ഉയർന്നിരുന്നു വെച്ചാൽ, ദർ ആർ ലോട്ട് ഓഫ് ഹൈ റൈസ് ബിൽഡിങ്സ് ദാറ്റ് ആർ കമ്മിങ് അപ്പ്. ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 50-60 ഇയേഴ്സ് ബാക്കൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറേ ഹൈ റൈസ് ബിൽഡിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹൈ റൈസ് ബിൽഡിങ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരു ഡിസൈൻ ലൈഫ് ഉണ്ടാവും, 50 ഇയേഴ്സ് 60 ഇയേഴ്സ്. അപ്പോൾ ഈ ബിൽഡിങ്സൊക്കെ ഇപ്പം നമ്മളൊരു മൊബൈൽ കയ്യിലുണ്ട് വെച്ചോ. അപ്പോൾ മൊബൈൽ നമ്മൾ കേടായാൽ നമുക്ക് വേണേൽ ഉപേക്ഷിച്ച് വേറെ പുതിയ മൊബൈൽ വാങ്ങിക്കാം. പക്ഷേ ഈ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ, ഒരു ബിൽഡിങ്സ് കുറച്ച് കാലം കഴിഞ്ഞാൽ കേടുപാടുകൾ വരും. പക്ഷേ നമ്മൾ അറ്റ് വാട്ട് സ്റ്റേജ് വി വിൽ ഡെമോളിഷ് ഇറ്റ്. കാരണം നമ്മൾ മൊബൈൽ ഉപേക്ഷിക്കുന്ന മാതിരി അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ റിപ്പയർ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ബിൽഡിങ്സ് അത് ഭയങ്കര ഒരു പോപ്പുലറായി ഇനി വരാൻ പോവുക. അതൊരു വലിയൊരു എമർജിങ് ഏരിയ ആയിട്ട് ഇനി വരാൻ പോവുകയാണ്. കാരണം അത്രയും ഹൈ റൈസ് ബിൽഡിങ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ട്രെൻഡ്. അപ്പോൾ അതിലൊക്കെ എന്ന് വെച്ചാൽ ഇമ്മൻസ് സ്കോപ്പ് ഉണ്ട്. അതിൽ ന്യൂ ടെക്നിക്സ് ലൈക്ക് FRP റാപ്പിംഗ് അതൊക്കെ ഇപ്പം നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് വന്നതാണ്. ഇപ്പോൾ ബിൽഡിങ്സ് പൊക്കുക, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി റിപ്പയറിങ് വർക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ അടുത്ത് 1-2 ഫ്ലാറ്റുകൾ അത് പൊളിക്കാൻ, അത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഡെമോളിഷൻ, അതൊക്കെ അതും ഒരു പിന്നെ എമർജിങ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ കുറേ പുതിയ ഏരിയകൾ ഇതിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ ട്രെൻഡുകൾ മാറാം. പക്ഷേ അതേ സമയത്ത് ഒരു കുട്ടി സെലക്ട് ചെയ്യുമ്പം ബിടെക്കിന് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഒരു ബേസിക് കോഴ്സ് ചെയ്യാന്നുള്ളതാണ് പൊതുവിൽ. എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കുക. അതിലിപ്പം IITകൾ തുടങ്ങി, പിന്നെ NITകൾ, അതുപോലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ. സാറ് പറഞ്ഞ പോലെ വളരെ നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്കോളർഷിപ്പ് സാധ്യതകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് പറയാൻ കഴിയുമോ? പൊതുവേ ഇപ്പോൾ IITകളിലും NITകളിലും ഫീസ് സ്ട്രക്ചർ അത്യാവശ്യമുണ്ട് അല്ലേ? അതായത് ഇപ്പം എന്ന് വെച്ചാൽ മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്സിന് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈവൺ NIT തന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഇൻകം വളരെ ലോ ആണെങ്കിൽ അവരുടെ ഫീസ് സ്ട്രക്ചർ കുറയും. അതിനുള്ള സ്കീമുണ്ട്. ദാറ്റ് ഈസ് വൺ. അനദർ തിങ്, ഈ കുറേ ഇൻഡിപെൻഡൻറ്റ് ഗവൺമെൻറ്റിലും നോൺ ഗവൺമെൻറ്റിലായിട്ടുള്ള കുറച്ച് സ്കോളർഷിപ്പ് സ്കീംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്താൽ പലപ്പോഴും പല ആൾക്കാർക്കും ഡിസർവിങ് കാൻഡിഡേറ്റ്സിന് കിട്ടാറുണ്ട്.
അപ്പോൾ അതൊക്കെ എന്തിനാ എൻഷുർ ചെയ്യുന്നത് വെച്ചാൽ ഇഫ് എ സ്റ്റുഡൻറ്റ് ഈസ് എന്തൂസിയാസ്റ്റിക് ആൻഡ് ടാലൻറ്റഡ്, അപ്പോൾ അതൊരു പൈസ കാരണം കൊണ്ട് അവൻ്റെ പഠിപ്പ് മുടങ്ങരുത്. അപ്പം ദർ ആർ ലോട്ട് ഓഫ് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. NIT കാലിക്കറ്റിൻ്റെ കാര്യത്തിൽ എനിക്കറിയാം. അതേമാതിരി വേറെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും. പിന്നെ നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളാകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു ഫീസിൻ്റെ പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ IIT-കളും NIT-കളും ഇനിയിപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഫീസ് സ്ട്രക്ചർ പൊതുവിൽ ഒരു കുറച്ച് ഹെവിയാണ് അല്ലേ? അത് പിന്നെ അതിന് പക്ഷേ സ്കോളർഷിപ്പുകൾ നമുക്ക് അതെ ഇപ്പം ഒരു സപ്പോർട്ട് സ്ട്രക്ചർ ഉണ്ട് നീഡി സ്റ്റുഡൻസിന്. അതൊരു വലിയ കൺസ്ട്രെയിൻ്റ് ആയി വരില്ല. സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഒരു NIT-യിലൊക്കെ എത്തിപ്പെട്ടാൽ അവർ ഫൈനാൻഷ്യലി വീക്ക് ഫാമിലി എന്നൊക്കെ ആണെങ്കിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതകൾ കുറേ ഇൻകം, കാരണം ഇതിൽ ഫാമിലി ഇൻകമും ഒരു ഘടകമായി ക്രൈറ്റീരിയ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഏതാണെങ്കിലും നമ്മൾ പിന്നെ ഒരു സിവിൽ എഞ്ചിനീയറിങ് അതിൻ്റെ ഏതൊക്കെ മേഖലകളാണ് പഠിക്കാനുണ്ടാവുക, അതിലുള്ള വ്യത്യസ്തങ്ങളായ അതിൻ്റെ ഉപവിഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു എമർജിങ് ഏരിയകൾ ഏതൊക്കെയെന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഹയർ സ്റ്റഡീസ് എന്നുള്ളതാണ് നമുക്കിനി പറയാനുള്ളൊരു ഭാഗം. ഇതിലിപ്പോൾ ഒരു ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ സാധ്യതകളാണുള്ളത് ഇന്ത്യക്കും പുറത്തൊക്കെ ഉള്ള ഹയർ സ്റ്റഡീസ്? അതായത് ഇപ്പം ഈ പറഞ്ഞൊരു BTech പിന്നെ MTech PhD കഴിഞ്ഞിട്ട് ഇപ്പോൾ പോസ്റ്റ് ഡോക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം MTech ലെവലിലാണ് ഈ സ്പെഷ്യലൈസേഷൻസ് വേർതിരിയുന്നത്. അപ്പം ഇറ്റ് ക്യാൻ ബി ഐദർ സ്ട്രക്ചറൽ, ജിയോ ടെക്നിക്കൽ റിലേറ്റഡ് ടു സോയിൽ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഇതാണ് ബേസിക് ബ്രാഞ്ചസ്. പിന്നെ ചില സ്ഥലത്ത് ഓഫ് ഷോർ എഞ്ചിനീയറിംഗ്, ജിയോഡെസിക്, അങ്ങനെ കുറച്ച് വേറെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ആസ് ഓഫ് നൗ കറൻ്റ്ലി ഇന്ത്യൻ സിനാരിയോയിൽ ഏറ്റവും സ്കോപ്പുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിനാണ്. പിന്നെ ഈ ഡൈനാമിക്സ് ഡിഫറെൻ്റ് വരുന്നത് വെച്ചാൽ ഈ ഡെവലപ്ഡ് കൺട്രിയാണോ. സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിന് നമ്മൾക്ക് വേണ്ടി വരുന്ന ഇപ്പം കമ്പി. അതെ, അതായത് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ ആർക്കിടെക്ട്സ് ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുക. അതെ. അപ്പം ആർക്കിടെക്ട്സ് അതിൻ്റെ സ്പേസ് പ്ലാനിങ് ചെയ്യും, ക്ലയൻ്റായിട്ട് ഡിസ്കസ് ചെയ്ത്. പിന്നെ ആ ഒരു സ്പേസിന്, ആ ഒരു ബിൽഡിങ്ങിൽ എവിടെയൊക്കെ കോളം വേണം, അതിൻ്റെ സൈസ് എന്താണ്, ആ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് എത്ര വേണം, എത്ര കമ്പി വേണം. അപ്പോൾ അതൊക്കെ അതിൻ്റെ കോസ്റ്റ് ആസ്പെക്റ്റും അതിൻ്റെ സേഫ്റ്റി ആസ്പെക്റ്റും വർക്കൗട്ട് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യണം. രണ്ടും കൺസിഡർ ചെയ്തുകൊണ്ട് അതൊന്ന് ഓപ്റ്റിമൈസ് ചെയ്യണം. അതെ. അപ്പം ഇന്ത്യൻ സിനാരിയോയിൽ കറൻ്റ് ഏറ്റവും സ്കോപ്പുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിനാണ്. അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ സ്ട്രക്ചറൽ എഞ്ചിനീയർമാരെ ആവശ്യമുണ്ട് ശരിക്കും അല്ലേ? ഓരോ ബിൽഡിങ്ങിനും ഇപ്പോൾ എന്ത് വേണം, സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ആവശ്യമാണ്. അതിപ്പം അവരുടെ റെലവൻസും കൂടി വരാണ്. ഇൻ ദ സെൻസ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മുംബൈയിലൊക്കെ മെറ്റീരിയൽ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ല സേഫ്റ്റി ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം എവറി മൺസൂൺ മുംബൈയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബിൽഡിംഗ് കൊലാപ്സസ് റെഗുലർലി നടക്കും. അപ്പോൾ അവരൊക്കെ തന്നെ എന്താണ് പിന്നെ കൊണ്ടുവരുന്നത് വെച്ചാൽ ദേ ആർ ബ്രിങ്ങിങ് ഇൻ ഗൈഡ് ലൈൻസ് ടു എൻഷുർ ദാറ്റ് ഈച്ച് ബിൽഡിംഗ് ഈസ് ഓഡിറ്റഡ്. Each building under their corporation, municipality, whatever, they are audited by a qualified structural engineer. അപ്പോൾ അതിന് ക്വാളിഫൈഡ് ആൾ തന്നെ വേണം. അപ്പം അതും ആ ഒരു ആസ്പെക്റ്റ് പല സ്ഥലത്തും ഉണ്ട്. അപ്പം ഓരോ ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റി നമുക്ക് ഈ ബിൽഡിംഗ് പൊളിക്കേണ്ട ആവശ്യമുണ്ടോ, ഇത് വെച്ച് റിപ്പയർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിലൊക്കെ എ ക്വാളിഫൈഡ് എഞ്ചിനീയർ ഈസ് റിക്വയർഡ്. ഓക്കെ. അപ്പോൾ അതാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പാർട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓഫ് ഷോർ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പിന്നെ MTech-ലുള്ള കുറേ വ്യത്യസ്തങ്ങളായ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ മേഖലകളുണ്ട്. പിന്നെ PhD എന്നുള്ളതാണ്, റിസർച്ച് എന്നുള്ളത്. അപ്പം PhD ചെയ്താൽ രണ്ടാണ്. ഒന്ന് ഐദർ ഹി ക്യാൻ ഗോ ഫോർ ടീച്ചിങ് ലൈക്ക് മീ ഓർ ലൈക്ക് യു, ഓർ ഹി ക്യാൻ ഗോ ഇപ്പം PhD ചെയ്താലും ചില ആൾക്കാർ ഇൻഡസ്ട്രിക്ക് പോവും, അല്ലെങ്കിൽ റിസർച്ച് മേഖല പ്യൂർലി ടീച്ചിങ് അല്ലാണ്ട് റിസർച്ച് മേഖലയിലും ചില റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ SCRC, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്റർ. അപ്പം PhD ചെയ്താൽ ഐദർ യു ക്യാൻ ഗോ ഫോർ ടീച്ചിങ്, ഇൻഡസ്ട്രി ഓർ റിസർച്ച്. പിന്നെ പോസ്റ്റ് ഡോക്ക് ഒരു അഡീഷണൽ സംഭവമാണ്. ഇതൊക്കെ ഈ രൂപത്തിലുള്ള കുറേ സാധ്യതകൾ, പിന്നെ ഉപരിപഠനത്തിലുള്ള കുറേ സാധ്യതകൾ ഇതിൽ സിവിൽ എഞ്ചിനീയറിംഗിലുണ്ട്. അതെ. അപ്പോൾ IITs NITs പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. വിദേശത്ത് പോവുകയാണെങ്കിൽ
ഇഫ് യു ഗെറ്റ് സ്കോളർഷിപ്പ് സംടൈംസ്, അതായത് വിദേശ രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ പല വിദേശ രാജ്യങ്ങളും ദേ പ്രിഫർ ഇന്ത്യൻ സ്റ്റുഡൻസ്. അതിൻ്റെ കാരണം എന്താണ്? കാരണം ദേ സീ ദാറ്റ് ഇന്ത്യൻസ് ആർ മോർ ഹാർഡ് വർക്കിംഗ്. അത് ചില റെപ്യൂട്ടഡ് പ്രൊഫസേഴ്സൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മൾ ആരും ഇന്ത്യൻ സിസ്റ്റത്തിൽ നല്ലോണം സ്കൂളിങ്ങൊക്കെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് വരുന്ന സ്റ്റുഡൻസ് ആകുമ്പോൾ ദേ ആർ ഏബിൾ ടു പെർഫോം ബെറ്റർ ദാൻ അതേഴ്സ് ഓൺ ആൻ ആവറേജ്. അപ്പോൾ ആ ഒരു റെപ്യൂട്ടേഷൻ ഇന്ത്യൻസിനുണ്ട്. അപ്പോൾ നമ്മളിപ്പം വിദേശത്ത് ഒരു MS-നൊക്കെ അപ്ലൈ ചെയ്ത് നമുക്കൊരു നല്ല സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ആ സ്കോളർഷിപ്പ് എമൗണ്ട് ഇറ്റ് മേ ബി മോർ ദാൻ ദി സാലറി വി ആർ ഗെറ്റിംഗ് ഇഫ് യു ആർ വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഇൻ ഇന്ത്യ. കാരണം ആ കറൻസി എക്സ്ചേഞ്ച് റേറ്റൊക്കെ ഉണ്ട്. അപ്പം അങ്ങനൊരു മാസ്റ്റേഴ്സ്, MTech, MS എന്നൊക്കെയാണ് ഡിഗ്രി ടൈറ്റിലൊരു ചെറിയ ഡിഫറൻസ്. അപ്പം അതിന് വിദേശത്ത് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സാലറി ഓൾസോ മീൻസ് ദ സ്കോളർഷിപ്പ് ഇഫ് യു ഗെറ്റ് ഇറ്റ് വിൽ ബി മോർ ദൻ ഈവൻ സാലറി. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ സിവിൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട അതിലെ പഠിക്കാനുള്ള വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ, അതുപോലെ തന്നെ അതിൻ്റെ തൊഴിൽ സാധ്യതകൾ, പിന്നെ ഉപരിപഠനത്തിനുള്ള സാധ്യതകളെല്ലാം ചർച്ച ചെയ്തു. നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മോട് കാര്യങ്ങൾ പങ്കുവച്ച കോഴിക്കോട് NIT-യിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അബ്ദുൽ അക്ബർ സാർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. താങ്ക് യു.